ഹലോ ഗൈസ്, അങ്ങനെ വീണ്ടും കുറച്ച് വാക്കൻസികൾ വന്നിട്ടുണ്ട്. ഇന്ന് വാക്കൻസി പറഞ്ഞതിന് മുന്നേ ഒരു കാര്യം നിങ്ങളോട് എല്ലാവരോടും പറയാം. ഓക്കെ, എന്നെ ഇപ്പോഴത്തെ ഒരാൾ വിളിച്ച് നല്ല തെറി പറഞ്ഞു. പിന്നെ അത് വെച്ചൊരു വീഡിയോ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ജോബ് വാക്കൻസി വരുന്ന സമയത്ത് നമ്മൾ ഈ വാക്കൻസികൾ എൻ്റെ ഈ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിലും പോസ്റ്റ് ചെയ്യും. പിന്നെ എൻ്റെ ജോബ് ഗ്രൂപ്പായ ഒമാനിലെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞ ഗ്രൂപ്പിലും പോസ്റ്റ് ചെയ്യും. ഏകദേശം 12 ഗ്രൂപ്പിൽ ഏകദേശം ഒരു 10,000-ഓളം ആൾ ആ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ആർക്കാണ് ആ ജോലി കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് അറിയില്ല. നിങ്ങൾക്ക് കിട്ടില്ല വെച്ചിട്ട് എന്നെ തെറി വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, ഞാൻ എന്തായാലും തിരിച്ച് തെറി വിളിക്കാനോ നിൽക്കുന്നില്ല. എനിക്ക് അതിനെങ്ങാട്ടും ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്നെ തെറി വിളിച്ചുകൊണ്ടോ എന്നെ കുറ്റപ്പെടുത്തിയോണ്ടോ നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ഷമ ഉണ്ടെങ്കിൽ കാത്തിരിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇത് കണ്ട ഇത്രക്കും വാട്സപ്പ് ഗ്രൂപ്പുകൾ എൻ്റെ അടുത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ഇതിന് ആർക്കാണ് ജോലി കിട്ടുകയെന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ ഗ്രൂപ്പിൻ്റെ ലിങ്കൊക്കെ തരാമെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ 2-3 വാക്കൻസികൾ ഞാൻ പറഞ്ഞുതരാം. ഒരു ഷെഫിൻ്റെ വാക്കൻസി ഉണ്ട്. ഓക്കെ, തർമത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ലൊക്കേഷൻ തർമത്ത്. അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ അർജൻറ്റായിട്ട് സാൻഡ്വിച്ച് മേക്കറിൽ ആവശ്യമുണ്ട്. ബിദിയ റൂമും ഫുഡും വിസ അവൈലബിൾ ആണ്. അവരുടെ കോൺടാക്ട് നമ്പറും ഷെയർ ചെയ്യാം. ഓക്കെ, പിന്നെ ഒരു സിവിൽ എഞ്ചിനീയർ നോക്കുന്നുണ്ട്. ഇവിടെ ഫർജിയിലാണ് അതിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. അവരുടെ കോൺടാക്ട് നമ്പറും ഷെയർ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഒരു കമ്പ്യൂട്ടർ ഷോപ്പിക്ക് മൊബൈൽ കമ്പ്യൂട്ടർ ഷോപ്പിൽ ഒരു ടെക്നീഷ്യനെ നോക്കുന്നുണ്ട്. അവരുടെ നമ്പറും ഷെയർ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഒരു അക്കൗണ്ടൻറ്റ് വാക്കൻസിയും വന്നിട്ടുണ്ട്. അവരുടെ ജിമെയിൽ ഐ ഡിയും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ തന്നെ കൊടുക്കാം. ഡീറ്റെയിൽസ് മൊത്തം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, നിങ്ങളത് നോക്കിയിട്ട് ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഈ വാക്കൻസി ശരിയാക്കി തരുന്നത് ഞാൻ ഇതിന് ലാഭം കണ്ടിട്ടോ ഇല്ലെങ്കിൽ പൈസ വാങ്ങിയിട്ടൊന്നല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്നെ ചീത്ത വിളിച്ചിട്ടോ അല്ലെങ്കിൽ എനിക്കെതിരെ കമൻ്റ് ഇട്ടോ ഒരു കാര്യമില്ല. ഞാനിത് തുടർന്നുകൊണ്ടേ ഇരിക്കും. ഞാൻ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഒമാനിൽ വന്നിട്ട് 18 വർഷമായി. ഏകദേശം ഒരു 10 വർഷത്തോളമായിട്ട് എൻ്റെ ഈ സേവനം ഇവിടെ ഉണ്ട്. അത് പുതിയ ആളുകൾക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ എന്നെ അറിയുന്നവർക്കും ഞാൻ ജോബ് ശരിയാക്കി കൊടുത്തവർക്കൊക്കെ അതറിയാം. അപ്പോൾ പിന്നെ എന്നെ കുറേ ചീത്ത വിളിച്ചോണ്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളത് തുടർന്നുകൊണ്ടേയിരിക്കും. യൂട്യൂബ് ചാനൽ ഒന്നും ഇങ്ങനെയും തുടങ്ങിയൊന്നുമില്ല. 6 വർഷമായി തുടങ്ങിയിട്ട്. അതേപോലെ ഇൻസ്റ്റാ ആയാലും ഇതായാലും. അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഫോളോവേഴ്സ് കൂട്ടാനും അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബർ കൂട്ടാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് സത്യം തന്നെയാണ്. എനിക്കിപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വീഡിയോ ചെയ്ത് തരുന്ന സമയത്ത് സബ്സ്ക്രൈബ് കിട്ടിയാലോ ഇല്ലെങ്കിൽ ഫോളോവേഴ്സ് കൂടുന്നത് എനിക്കതുകൊണ്ടൊരു ലാഭം ഉണ്ടാവില്ലേ? അല്ല, അതുകൊണ്ടല്ല ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാം അങ്ങോട്ട് ഫ്രീ ആയിട്ട് കിട്ടണം, ഇങ്ങോട്ടൊന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും അങ്ങനെ വിചാരിക്കുന്നവരൊന്നും എൻ്റെ വീഡിയോയും ഫോളോ ചെയ്യണം, എൻ്റെ സബ്സ്ക്രൈബും ചെയ്യണം. അല്ലാത്ത കുറേ പാവങ്ങൾക്ക് എൻ്റെ ഈ വാക്കൻസി കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ഇന്നത്തെ വന്ന വാക്കൻസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നേരിട്ട് കോൺടാക്ട് ചെയ്തോളി. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ നമ്മൾ പബ്ലിക്കിൽ ഒരു നമ്പർ കൊടുക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരു വാക്കൻസി കിട്ടണമെന്നില്ല. അതിൽ ആരെങ്കിലും 1-2 ആൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. അത് എല്ലാവരും മനസ്സിലാക്കിയിട്ട് ചീത്ത വിളിക്കാനൊക്കെ വരിക. കുറേ ക്ഷമിക്കും. പിന്നെ നമ്മളതെടുത്ത് വീഡിയോ ആക്കി കളയും. പറഞ്ഞതല്ല, ആ കോൺടാക്ട് നമ്പർ ഒരു വീഡിയോ ആക്കാൻ 5 നിമിഷത്തെ പണിയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ബൈ. വീണ്ടും അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. പുതിയ വാക്കൻസികൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ.